ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 19 ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. നക്ഷത്രഫലം പറയുന്നത് ഞായറാഴ്ച ദിവസത്തെ ഗ്രഹനില പ്രകാരമാണ്. ഗ്രഹനില പറഞ്ഞു തരാം. ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ശനിയും ശുക്രനും കുംഭൻ രാശിയിൽ നിൽക്കുന്നു. രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ചൊവ്വ അല്ലെങ്കിൽ കുജൻ കർക്കിടകൻ രാശിയിൽ നീചനായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ കന്നി രാശിയിൽ നിൽക്കുന്നു. കേതുവും കന്നി രാശിയിൽ നിൽക്കുന്നു. ബുധൻ ധനുരാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹനില. ഈ ഗ്രഹനില പ്രകാരമാണ് ഞാൻ നക്ഷത്രഫലം പറയുന്നത്. ഈ ഗ്രഹനില ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചേക്കാം, ഒരുപക്ഷെ സ്വാധീനിക്കത്തില്ലായിരിക്കാം. കാരണം ജനിച്ച സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള ഒരനുഭവമായിരിക്കാം നിങ്ങളെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ ദശാകാലത്തിൻ്റെ നേട്ടമാണ് നിങ്ങളെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ ദശാകാലത്തിൻ്റെ ദോഷമാണ് നിങ്ങളെ സ്വാധീനിക്കുക. ഈ ഗ്രഹനില ഒരുപക്ഷെ സ്വാധീനിച്ചില്ലായിരിക്കാം. എങ്കിലും ഒരു അറിവായിട്ട് ഇത് കേട്ടിരിക്കുക. ഇത് വിമർശന ബുദ്ധിയാൽ കമൻറ്റുകളൊന്നും രേഖപ്പെടുത്തരുത്. ഞാൻ ഇത്രയും വ്യക്തമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ ഓരോ ദിവസത്തെയും ഗ്രഹനില പ്രകാരമുള്ള നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത്. അതാണ് പറയുന്നത്. അതിൽ ഒരു ഗ്രഹം ഇന്ന രാശിയിൽ നിന്നാൽ ജ്യോതിഷത്തിൽ ഭാവത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രഹം ഇന്ന ഭാവത്തിൽ, 5-ാം ഭാവത്തിൽ, 8-ാം ഭാവത്തിൽ, 10-ാം ഭാവത്തിൽ എങ്ങനെ നിന്നാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് ജ്യോതിഷ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് പറയുന്നതല്ല. പക്ഷേ കേൾക്കുന്നവർക്ക് ജ്യോതിഷത്തെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല എങ്കിലും അവർ തെറ്റിദ്ധരിക്കപ്പെട്ട് മോശമായ കമൻറ്റുകളൊക്കെ വരും. അതൊഴിവാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഗ്രഹനില കലണ്ടറുകളിലും പഞ്ചാംഗങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തിയ ഗ്രഹനിലയാണ്, ഒരു വ്യക്തിയുടെ ഗ്രഹനിലയല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ചാരവശാലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ പറയുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ ജ്യോതിഷത്തിൽ ഓരോ ദിവസവും ഓരോ ഗ്രഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഞായറാഴ്ച ദിവസം സൂര്യനാണ് ആധിപത്യം, തിങ്കളാഴ്ച ദിവസം ചന്ദ്രനാണ് ആധിപത്യം, ചൊവ്വാഴ്ച ദിവസം ചൊവ്വയ്ക്കാണ് ആധിപത്യം. അങ്ങനെ മറ്റ് ഗ്രഹങ്ങളോടൊപ്പം ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ഈ ഞായറാഴ്ച ദിവസം സൂര്യൻ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ സൂര്യൻ ഇവർക്ക് 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ തൊഴിലിൻ്റെ കാരക ഗ്രഹമായിട്ടാണ് സൂര്യനെ കാണുന്നത്. അപ്പോൾ ഈ തൊഴിലിൻ്റെ കാരക ഗ്രഹമായ സൂര്യൻ തൊഴിൽ ഭാവത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മേടക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ മേടക്കൂറുകാർക്ക് വരുന്ന നേട്ടവും കൂടുതലായിട്ട് വന്നു ചേരാനുള്ള ദോഷത്തെക്കുറിച്ചും മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ ഞായറാഴ്ച ദിവസത്തുള്ള നേട്ടം എന്താണ്? അവർക്ക് തൊഴിൽപരമായിട്ടുള്ള അവരുടെ പ്രവർത്തന മേഖലകളിൽ വിജയം കൈവരിക്കുന്ന ഒരു ദിവസമാണ്. അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തികളിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിൽ അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ അവർ കീർത്തി നേടുന്ന ഒരു ദിവസവുമാണ്. പിതൃസ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമൊക്കെ ആണല്ലോ കുടുംബസ്വത്തൊക്കെ ഷെയർ ചെയ്യുന്ന ദിവസം. എല്ലാവരും ഒഴിവ് ദിവസമായതുകൊണ്ട് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും അപ്പോൾ അങ്ങനെയൊക്കെ വീതം കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അങ്ങനെ പിതൃസ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് ഈ ഞായറാഴ്ച ദിവസം. പിന്നെ ഇവർക്കുള്ള നേട്ടമെന്ന് പറയുന്നത് ഔഷധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുള്ളൊരു ദിവസമാണ്. പിന്നെ നല്ല ആരോഗ്യവും ധനപരമായ നേട്ടവും അവർക്ക് മുഖകാന്തി വർദ്ധിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. സൂര്യ തേജസ്, അതായത് ജനിച്ച സമയത്ത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ സൂര്യനെപ്പോലെ അവർ ശോഭിക്കുന്ന ഒരു ദിവസവുമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളതും ഒരു നേട്ടമായിട്ട് പറയുന്നു. ഇനി അവർക്ക് വന്നു ചേരാനുള്ള കോട്ടത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ഈ മേടക്കൂറുകാർക്ക് ഈ ഞായറാഴ്ച ദിവസം വന്നു ചേരുവാനുള്ള കോട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗത്താലും ശത്രുതകളാലും കടഭാരത്താലും അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഭാരവും പ്രയാസവും അല്ലെങ്കിൽ ടെൻഷൻ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. ഇങ്ങനെ 9-ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ
ഈ ജാതകർക്ക് ഭാഗ്യക്കേടുകൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ പിതാവിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവുമായിട്ട് ശത്രുതയിലും എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. മക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സഹായം പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ കാര്യമായ ധനസ്ഥിതി ഉണ്ടാകണമെന്നില്ല, ധനസ്ഥിതി മെച്ചമാകണമെന്നില്ല. പിതാവിൽ നിന്ന് എന്തെങ്കിലും ധനപരമായിട്ടുള്ള ഒരു സഹായം ലഭിച്ചാൽ അതുമാത്രമാണ്. മറ്റു വിധത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഭാഗ്യക്കേടുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ മുൻകോപമുണ്ടാകും. തൻ്റെ ജീവിതത്തിലെ ഭാഗ്യക്കേടുകളെ ഓർത്ത് ദുഃഖിച്ച് കോപം വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത്ര അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് 9ാം ഭാവത്തിൽ, ഭാഗ്യഭാവത്തിൽ ഒരു പാപഗ്രഹമാണ് ഈ സൂര്യൻ. ഒരു ശുഭഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെങ്കിൽ സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹമാണ് ഈ ഞായറാഴ്ച ദിവസം ഇവരുടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പിതാവിൽ നിന്നുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭാഗ്യകരമായ അനുഭവം, ധനപരമായിട്ടുള്ള ഒരു അനുഭവം ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ പുത്രബലം, ബന്ധുബലം ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെങ്കിൽ പിതാവിനോട് അനിഷ്ടത്തിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. പിതാവിനോട് തന്നത് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പിതാവിനോട് ദ്വേഷിക്കുവാനോ സാധ്യതയുണ്ട്. പിന്നെ ധർമ്മമുള്ളവരായിട്ട് ഇവർ അഭിനയിക്കും. ഉള്ളിൽ ധർമ്മമില്ലെങ്കിലും ധർമ്മിഷ്ഠനെ പോലെ അഭിനയിക്കും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് ഈ ഇടവക്കൂറുകാർക്ക് ഞായറാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് ജ്യോതിഷം പറയുന്നു. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകിരൻ 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഞായറാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വലിയൊരു ചതി പറ്റുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം. സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്ന ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ അവർക്ക് കണ്ണിന് ഏതെങ്കിലും വൈകല്യം സംഭവിക്കാം. ഒരു കണ്ണിന് വൈകല്യം സംഭവിക്കണമെങ്കിൽ എങ്ങനെയാണ്? ഒന്നുകിൽ ഒരു അപകടം സംഭവിക്കണം, അല്ലെങ്കിൽ അടിപിടി, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട്. ഇവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുത ഇവർക്ക് വന്നു ചേർന്ന് ഇവർ ചതിയിലകപ്പെടുവാനും കലഹത്തിലകപ്പെടുവാനും കേസുകളിൽ പെടുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. ഒരുപക്ഷെ മിഥുനക്കൂറുകാരായിട്ടുള്ളവർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വന്നു ചേരത്തില്ല. എന്നാൽ ചിലർക്കൊക്കെ ഇത് വന്നു ചേരാം. മനുഷ്യജീവിതത്തിൽ കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ആപത്ത്, അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നത് നിമിഷ നേരം കൊണ്ടാണ്. പക്ഷെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതോ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതോ എത്ര നാളത്തെ കഠിനാധ്വാനം കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ണടച്ച് തുറക്കുമ്പോഴാണ്, ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാം. എന്നാൽ കണ്ണടച്ച് തുറക്കുമ്പോഴേ എല്ലാവരും ഉന്നതമായ നിലയിൽ എത്തിച്ചേരണമെന്നില്ല. പക്ഷേ നമ്മളങ്ങനെ പറയും, കണ്ണടച്ച് തുറന്ന സമയത്ത് ആ വ്യക്തി കോടീശ്വരനായെന്ന് പറയും. പക്ഷെങ്കിൽ അത് അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പക്ഷേ വളരെ വേഗത്തിൽ മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും രോഗവും ആപത്തും അനർത്ഥങ്ങളും ഒക്കെയാണെന്നുള്ളതാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം മിഥുനക്കൂറുകാർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ചതി പറ്റുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അത് പ്രശ്നത്തിൽ തെളിഞ്ഞത് അങ്ങനെയാണ്. അഷ്ടമരാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസം അഷ്ടമരാശിയിൽ നിൽക്കുന്ന സൂര്യൻ മകരൻ രാശിയിൽ ശത്രുക്ഷേത്ര സ്ഥിതനാണ്. അതായത് മകരൻ രാശിയുടെ അധിപനായ ശനി സൂര്യനെ ശത്രുവായിട്ട് കാണുന്നു, സൂര്യൻ ശനിയെ ശത്രുവായിട്ട് കാണുന്നു. അങ്ങനെ പരസ്പരം ശത്രുതയോടുകൂടി നിൽക്കുന്ന ഒരു ക്ഷേത്രസ്ഥിതനാണ് സൂര്യൻ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകാം ഈ മിഥുനക്കൂറുകാരായിട്ടുള്ള ആൾക്കാർ. ചതിവിൽ കൂടി പറ്റാം, അല്ലെങ്കിൽ മുൻ വൈരാഗ്യത്താൽ പറ്റാം. അങ്ങനെയൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളതാണ് മിഥുനക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ കാര്യമായ രീതിയിലുള്ള കുടുംബസുഖമോ ധനപരമായ നേട്ടമോ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടമോ ദാമ്പത്യ ജീവിത വിജയമോ ഉണ്ടാകുവാൻ സാധ്യതയില്ല. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യവുമുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകാം, ധനപരമായ പ്രതിസന്ധി ഉണ്ടാകാം, രോഗത്താൽ ഭാരപ്പെടാം. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമായിരിക്കും ഞായറാഴ്ച ദിവസം കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കളൊക്കെ അകന്നു നിൽക്കുവാനും അവരുടെ നിസ്സഹകരണം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം. എന്നാൽ മക്കൾ
ആൺമക്കളൊക്കെ അടുത്തുണ്ടാകുമെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നാൽ അവരുണ്ടാകുമെങ്കിലും അവരെക്കൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇവരുടെ 12ാം ഭാവാധിപൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12ാം ഭാവാധിപനായ ബുധൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെ ദോഷമാണ്. രോഗത്താൽ ഭാരപ്പെടുവാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. 6ാം ഭാവം രോഗഭാവം, 12ാം ഭാവം നഷ്ടഭാവം. അപ്പോൾ നഷ്ടഭാവത്തിൻ്റെ അധിപൻ രോഗഭാവത്തിൽ വന്നാൽ രോഗത്താൽ നഷ്ടം സംഭവിക്കും, ധനവ്യയം സംഭവിക്കും, ആശുപത്രി കയറി ഇറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സൂര്യൻ 7-ൽ നിൽക്കുന്നു, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും. രോഗത്താലും ഭാരത്താലും അല്ല മറ്റു പലവിധ പ്രതിസന്ധികളാലും ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാകും. അങ്ങനെ പ്രതിസന്ധിയുടെ ഒരു ദിവസമാണ് കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറഞ്ഞു തരുന്ന കാര്യം. ഇനിയും ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പുര, ഉത്രം കാൽനാളുകാരായിട്ടുള്ള ആൾക്കാർ രോഗത്താൽ അല്ലെങ്കിൽ കടഭാരത്താൽ ശത്രുതകളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും നിങ്ങൾക്ക് കാര്യമായി ഉണ്ടായില്ലെങ്കിൽ പോലും രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നവർക്ക് രോഗസൗഖ്യം ലഭിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കടഭാരത്താൽ ഭാരപ്പെടുന്നവർക്ക് ആ കടം കൊടുത്തു തീർക്കുവാൻ അല്ലെങ്കിൽ കടത്തെ ചൊല്ലിയുള്ള ഒരു ആശ്വാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ശത്രുതയെല്ലാം നീങ്ങിപ്പോകുന്നൊരു ദിവസമാണ്. അതാണ് ഒരു വലിയ നേട്ടം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് ലഭിക്കാം. ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം സുഖക്കുറവുണ്ടാകാം. രമ്യതയോടുകൂടി സംസാരിച്ചെന്ന് വരത്തില്ല, പ്രവർത്തിച്ചെന്ന് വരത്തില്ല, സ്നേഹക്കുറവുകളൊക്കെ കാണാം. മറ്റ് പലവിധമായ പ്രതിസന്ധികളുണ്ടായാൽ പോലും ഈ ഒരു നേട്ടമാണ് ഈ ഞായറാഴ്ച ദിവസം ചിങ്ങക്കുറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ധനപരമായ നേട്ടം കാര്യമായി ഉണ്ടാകണമെന്നില്ല. സുഖാനുഭവങ്ങൾക്ക് കുറവ് വരും. ബന്ധുക്കളുടെ നിസ്സഹകരണം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടാം. ചതിയിലകപ്പെടുവാൻ സാധ്യതയുണ്ട്. വാക്കു പാലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അവിടെ വിജയം കൈവരിക്കണമെന്നെങ്കിൽ ശത്രുതകൾ കൊണ്ട് അതൊക്കെ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അത്ര അനുകൂലമായ ദിവസമല്ല. അനുഭവങ്ങൾ അത്ര അനുകൂലമായി വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 4ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്ന ഞായറാഴ്ച ദിവസം. അപ്പോൾ ഞായറാഴ്ച ദിവസം സൂര്യൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അത് അത്ര അനുകൂലമായ ഒരു സ്ഥിതിയല്ല. കാരണം കേന്ദ്രഭാവത്തിലൊരു ശുഭഗ്രഹമാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് പാപഗ്രഹം നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഇവരുടെ ഭവനത്തിൽ, കുടുംബത്തിലും അതുപോലെ തന്നെ പ്രതിസന്ധി ഉണ്ടാകാം. അതുപോലെ തന്നെ ഇവർ മനോസുഖം അനുഭവിക്കാൻ തക്കതായ കാര്യങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയില്ലാത്തൊരു ദിവസമാണ്. ഈ ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ഹൃദ്രോഗമൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തുലാക്കൂറിൻ്റെ അധിപനായ ശുക്രൻ്റെ 12ലാണ് ഈ സൂര്യൻ നിൽക്കുന്നത്. ഈ ഞായറാഴ്ച ദിവസം ശുക്രൻ്റെ 12ലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ ഇടയുള്ളൊരു ദിവസമാണ്. സൂക്ഷിക്കുക. അത് രോഗം വരാം, പിതാവിന് ഏതെങ്കിലുമുള്ള ആവർത്തനങ്ങൾ വരാം, ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടി ആയിരിക്കും കടന്നു പോകും. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് അതൊന്നും ഒരു വിഷയമല്ലാതെ കടന്നു പോകും. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ നിലനിൽക്കുന്നൊരു സമയം കൂടിയാണ്. അവിടെയും ശ്രദ്ധിക്കണം. ചതിവ് പറ്റാനൊക്കെ സാഹചര്യം ഉണ്ട്. അപ്പോൾ തിക്താനുഭവങ്ങളാണ് കൂടുതലായിട്ടും വന്നു ചേരാനുള്ളത്. നേട്ടങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ വന്നു ചേരാനില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ഒരു ശുഭലക്ഷണം എന്ന് പറയാൻ ഉള്ളത് തൊഴിൽപരമായിട്ടുള്ള ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഇവരിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് തൊഴിൽ വീണ്ടും കിട്ടാനുള്ള ഒരു ശുഭസൂചകമായ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള പലവിധമായ കാരണങ്ങൾ അവരുടേതായ ജീവിതത്തിലുണ്ട്. എങ്കിലും ആ നഷ്ടപ്പെട്ട തൊഴിൽ തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിക്കാം. അത് ഈ 21-ാം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ തൊഴിൽപരമായിട്ടുള്ള
ഒരു അനുകൂലമായ സാഹചര്യം ഇവരിലേക്ക് വന്നു ചേരാനിടയുണ്ട്. 21-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോകും. 21-ാം തീയതിക്കുള്ളിൽ ഇവർക്ക് നഷ്ടപ്പെട്ട തൊഴിൽ തിരിച്ചു കിട്ടുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തെ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവർക്കുള്ള ഒരു നേട്ടം. ഞായറാഴ്ച ദിവസം അതിൻ്റേതായ ഒരു ശുഭസൂചകമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതാണ് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം. കുടുംബസുഖവും ധനപരമായ നേട്ടവും അല്ലെ ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച ഇവർക്ക് ഈ നാളുകാരെ സംബന്ധിച്ച് നല്ല ഉത്സാഹമുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദോഷം വന്നു ചേരുന്നൊഴികെ മറ്റു പല കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽ ഗുണം അല്ലെങ്കിൽ സഹോദര ഗുണം, അല്ലെങ്കിൽ അവർക്ക് ലാഭകരമായ അനുഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ നേട്ടങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ പോലും ഈ ഞായറാഴ്ച ദിവസം അവർക്ക് കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അത് പ്രത്യേകിച്ച് ഭാര്യ നിമിത്തമോ ഭർത്താവ് നിമിത്തമോ കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ധനത്തെ ചൊല്ലി കലഹിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലി തർക്കം ഉണ്ടായി കലഹിക്കുവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ജ്യോതിഷം പറയുന്നു. അപ്പോൾ അങ്ങനെ കലഹമുണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സൂക്ഷിക്കുക, ഈ നാളുകാർ സൂക്ഷിക്കുക. വായിൽ നിന്നൊരു വാക്ക് വീണ് അതിനെ വ്യാഖ്യാനിച്ച് തെറ്റായിട്ടൊക്കെ പോയി അങ്ങനെയൊക്കെ പ്രതിസന്ധിയിലാക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അവർക്ക് ഏറെക്കുറെ അനുകൂലമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും അവിടെ ശത്രുതകളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. ഞായറാഴ്ച ദിവസം തൊഴിലുള്ളവർക്ക് അവിടെ പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതും സൂക്ഷിക്കണം. ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു വിഷയമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതാണല്ലോ മുമ്പ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത്ര അനുകൂലമായ ഒരു സ്ഥിതി ഞായറാഴ്ച ദിവസം ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അഷ്ടമത്തിൻ്റെ അധിപനായ സൂര്യൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. രോഗത്താൽ ഭാരപ്പെട്ട് കഴിഞ്ഞവർക്ക് രോഗസൗഖ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ചില കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രവർത്തന മേഖലകളിലൂടെയുള്ള ഒരു നല്ല ഒരു അനുഭവം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതുപോലെ തന്നെ ഇവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നു ചേരും. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. എന്നാൽ ചിലരൊക്കെ അലസത കൊണ്ടും മടിയന്മാരായിട്ടുമൊക്കെ നിൽക്കുവാനും സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ചിലർക്ക് ദേഷ്യം വരാം, കോപം വരാം, അങ്ങനെയുള്ള പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇതൊക്കെ ജനിച്ച സമയത്തെ സൂര്യൻ എങ്ങനെ നിന്നിരുന്നു അതനുസരിച്ചാണ് ഈ ഞായറാഴ്ച ദിവസം ഇവർക്ക് വരുന്നത്. കാരണം ജന്മഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ജനിച്ച സമയത്ത് കാര്യങ്ങൾ കൂടി നമ്മളതിനെ ചിന്തിക്കണം. കാരണം ജനിച്ച സമയത്ത് അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹമാണെങ്കിൽ ഇപ്പോൾ ജന്മത്തിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ല. നേരെ മറിച്ച് ജനിച്ച സമയത്ത് അനിഷ്ടസ്ഥാന സ്ഥിതനാണ് സൂര്യനെങ്കിൽ ഈ ജന്മത്തിൽ നിൽക്കുന്ന സൂര്യൻ ദോഷം ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആൾക്കാർക്ക് വരും. ഇപ്പോൾ ഞാൻ ഈ സമ്മിശ്രം എന്ന് പറയുമ്പം ചിലർക്ക് ദേഷ്യം വരും ഇത് കേൾക്കുമ്പം. അവർക്ക് അതിൻ്റെ കാര്യം മനസ്സിലാക്കത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഒരു പാപഗ്രഹമാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത്. ജന്മഭാവം എന്ന് പറഞ്ഞാൽ മകരരാശി അല്ലെങ്കിൽ ഈ ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരുടെ ജന്മരാശിയാണ് മകരൻ രാശി. അങ്ങനെ ജന്മരാശിയിൽ ഒരു പാപഗ്രഹം നിന്നാൽ ശത്രുക്ഷേത്ര സ്ഥിതനായിട്ടാണ് ഈ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ചിലർ ശത്രുത കൊണ്ട് അകപ്പെടും, കോപം വരും, ദേഷ്യം വരും. ചിലർക്ക് അനുകൂലമായ സാഹചര്യം വരും. അതായത് രോഗത്താൽ ഭാരപ്പെട്ടവർക്ക്, അഷ്ടമത്തിൻ്റെ അധിപൻ എന്നുള്ള നിലയിൽ രോഗത്താൽ ഭാരപ്പെട്ടവർക്ക് രോഗസൗഖ്യം വന്നു ചേരും. അതുപോലെ തന്നെ പ്രവർത്തന മേഖലകളിൽ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും. എന്നാൽ സ്ത്രീകൾ മുഖേനയുള്ള ധനവരവ്, സ്ത്രീകളിൽ നിന്നും ധനം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ചിലപ്പോൾ അത് ശത്രുതയിൽ അകപ്പെടുവാനും സാധ്യതയുണ്ട്, ആ പ്രശ്നത്തിൽ അകപ്പെടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ഇടപാടുകളൊക്കെ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ്, ഒരു സമ്മിശ്രമായ സാഹചര്യമാണ്. ഒരു കാര്യത്തിലും ഒരു വ്യക്തത പൂർണ്ണമായിട്ടും ഇന്നത് കൃത്യമായിട്ടും വന്നു ചേരുമെന്ന് പറയുന്ന ഒരു അനുഭവമല്ല. അഷ്ടമത്തിൻ്റെ അധിപനാണ് സൂര്യൻ. ആ സൂര്യനാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത്. അത് പ്രത്യേകിച്ച് പാപഗ്രഹമായതുകൊണ്ട്
വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും ഈ ജാതകർക്കെല്ലാം വന്നു ചേരുക. ആർക്കും ഇന്നത് പൂർണ്ണമായിട്ട് വന്നു ചേരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ ജാതകർക്കും, അതായത് ഈ ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം, 2 പാദം നക്ഷത്ര ജാതകരായിട്ടുള്ള സകല ആൾക്കാർക്കും ഒരാൾക്ക് നേട്ടമാണെങ്കിൽ ഒരാൾക്ക് കോട്ടമായിരിക്കും. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുക എന്നുള്ളത് ആണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ധനക്ലേശം, ധനത്തിന് ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടാകും. പ്രത്യേകിച്ച് അവർക്ക് 12-ൽ ബുധൻ നിൽക്കുന്നത് കൊണ്ടാണ്. 12-ൽ ബുധൻ നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായുള്ള മേഖലയിൽ കൂടിയുള്ള ധനനഷ്ടവും അവർക്ക്, അല്ലെങ്കിൽ ധനവരവ് കുറവുണ്ടാകും എന്നുള്ളതും ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നുള്ളതും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ഈ ഞായറാഴ്ച ദിവസം. കാരണം സൂര്യൻ 12-ൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. നേത്രരോഗം വന്നു ചേരാം. കണ്ണിന് ഏതെങ്കിലും വിധത്തിലുള്ള, കണ്ണിനോ മുഖത്തോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ, പരിക്കുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൗന്ദര്യം, മുഖത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും കേടുപാടുകൾ, അല്ലെങ്കിൽ പോറലോ മുറിവോ ചതവോ ഒടിവോ ഒക്കെ ഉണ്ടായാൽ അതെല്ലാം സൗന്ദര്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ സൗന്ദര്യത്തെ ബാധിക്കുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പിതാവിനോട് ശത്രുത ഉണ്ടാകുവാനും പുത്രദുഃഖം അനുഭവിക്കാനും ഒക്കെ ഉള്ള സാഹചര്യവും കാണുന്നുണ്ട്. കാരണം 12-ാം ഭാവത്തിലാണ് ഈ സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിപരമായ പരാജയങ്ങളിൽ കൂടി പല തിക്താനുഭവങ്ങളും വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. എന്നാൽ ജനിച്ച സമയത്ത് ഈ സൂര്യൻ അനുകൂലമായ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു ജാതകനാണെങ്കിൽ, സൂര്യൻ ജനിച്ച സമയത്ത് 3, 6, 11, 10-ലോ ഒക്കെ നിൽക്കുന്ന ഒരു ജാതകനാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാകത്തില്ല. അവർക്ക് ഈ വിപരീത അനുഭവം ഒന്നും തന്നെ വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് ജനിച്ച സമയത്ത് നല്ല അനുഭവത്തെ തരുന്നൊരു ഗ്രഹമായതുകൊണ്ട് പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഇവരെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ കൂടി ഇവരുടെ ജീവിതം പരാജയപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദോഷമൊന്നും വരത്തില്ല. ജനിച്ച സമയത്ത് അനിഷ്ടസ്ഥാനസ്ഥിതനായിട്ടുള്ള ഒരു ഗ്രഹമായിട്ടാണ് സൂര്യൻ ജാതകത്തിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞായറാഴ്ച ദിവസം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിപരമായ പരാജയം, അതുപോലെ തന്നെ കണ്ണിന് നേത്ര രോഗം, അല്ലെങ്കിൽ നേത്രഹാനി, അല്ലെങ്കിൽ ധനഹാനി, പുത്രദുഃഖം, പിതാവിനോട് ശത്രുത, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിപരമായ പരാജയങ്ങളിൽ കൂടിയുള്ള മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അങ്ങനെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. അവർക്ക് 12-ാം ഭാവത്തിലാണ് സൂര്യൻ ഞായറാഴ്ച ദിവസം നിൽക്കുന്നത്. അപ്പോൾ 12 നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ധനപരമായ നേട്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്കുണ്ടായില്ല എങ്കിൽ പോലും മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ധനവരവ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സാമുദായിക പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർക്ക് അവർക്ക് നേതൃനിലയിൽ എത്തിച്ചേരുവാനുള്ള ഒരു അവസരവും വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ ഇവരുടെ സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുവാനോ സുഹൃത്തുക്കൾ തമ്മിൽ കലഹിക്കുവാനോ സാധ്യതയുണ്ട്. അതുമുഖേന സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ നേട്ടവും കോട്ടവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം. സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഇവർക്കും വന്നു ചേരുക. കാരണം സൂര്യൻ നിൽക്കുന്നത് ശത്രുക്ഷേത്ര സ്ഥിതിയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഈ മീനക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക്, കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവർക്ക്, ശത്രുതകളാൽ ഭാരപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും ഈ ഞായറാഴ്ച ദിവസം ഉണ്ടാകത്തില്ല. അവർക്കവിടെയെല്ലാം ആശ്വാസം വന്നിരുന്ന ദിവസമാണ്. പല കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാം. അതായത് ധനം വന്നു ചേരാൻ, ഇപ്പം മറ്റു ഏതെങ്കിലും വിധത്തിൽ ധനം വന്നു ചേരുവാനും, അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിക്കാൻ, പ്രത്യേകിച്ച് രാഷ്ട്രീയ, സാമുദായിക, സാമൂഹിക സംരംഭങ്ങളിൽ, പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേതൃനിലയിൽ എത്തിച്ചേരാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ തമ്മിൽ കലഹിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തവും സമ്മിശ്രവുമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ഈ ഞായറാഴ്ച ദിവസം മീനക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്.
ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹമുള്ളവർ അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമുള്ളവർ മാത്രം നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.